നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം ആഴ്ചയിൽ നമുക്ക് ഒരാൾക്ക് 3 വീഡിയോസിന് മാത്രമാണ് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഹൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈക്ക് ചെയ്യുന്നേക്കാളും കൂടുതൽ പോയിന്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനും ചേർന്നിട്ട് ചില പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട്. റെയ്ഡ് നടത്തണം. റെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം വിക്രം തൻ്റെ വീട്ടിലാണോ ഒളിച്ചിരിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ റെയ്ഡ് നടത്തുവാണെങ്കിൽ അവനെ പിടികൂടാൻ പറ്റും. അത് ചന്ദ്രശേഖരൻ്റെ പ്ലാനായിരുന്നു. ചന്ദ്രശേഖരനാണ് സിഐയുടെ ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, അവൻ്റെ ഫോണ് കാഞ്ഞിരംകുളം ആ ഭാഗത്ത് എവിടെയെങ്കിലും ഓൺ ആയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേങ്കിൽ ഈ പറയുന്ന വേദയുടെ അടുത്തു നിന്നാണെന്ന് അറിയത്തില്ലല്ലോ. അവളിനിയിപ്പോൾ അവനെ സേഫായിട്ട് വെച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. അവളെ കാണാനായിട്ട് അവൻ വന്നിട്ടുണ്ടോയെന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ ഒരു റെയ്ഡ് നടത്തുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന് പറഞ്ഞു. സിയെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കാം. അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവനെ ഞങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ചുമ്മാ ഒരു ജില്ലാ ജഡ്ജിയുടെ വീട്ടിലേക്ക് പോയി സെർച്ച് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിന് വാറണ്ടും കാര്യങ്ങളൊക്കെ വേണം വീട് സെർച്ച് ചെയ്യാനുള്ള. അതിന് വേണ്ടുന്ന അനുമതിയൊക്കെ സിയെ തേടുന്നുണ്ട്. ഇതേ സമയത്ത് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറഞ്ഞു, കള്ളം കപ്പലിൽ തന്നെയാന്ന് എനിക്ക് തോന്നേ, മിക്കവാറും അവൻ ആ വീട്ടിൽ തന്നെ കാണുമെന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, ഞാനിരിക്കുന്ന വീട്ടിലോ ഒരു കാരണവശാലും ഉണ്ടാകാൻ വഴിയില്ല. അവൻ അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല അവിടെ കയറി ഒളിച്ചിരിക്കാനായിട്ട്. ചന്ദ്രശേഖരൻ പറഞ്ഞു, നിന്റെ പെങ്ങളല്ലേ ആള്, അവൾ ചിലപ്പോൾ അതെല്ലാം അതിലപ്പുറം ചേർന്നിരിക്കും. അപ്പോഴേക്ക് ശ്രീകാന്തിന് ചില സംശയങ്ങളൊക്കെ. ശ്രീകാന്ത് പറഞ്ഞു, ഈ ഇടയായിട്ട് അവൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാണ് വർഷ പറഞ്ഞേ. അവൾ മുറിയിൽ പോയിരുന്ന ആഹാരം കഴിക്കുന്നു. 2 പേർക്ക് കഴിക്കാനുള്ള ആഹാരം മുറിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതെന്ന്. അതിന് മാത്രം കഴിക്കുമോ എന്നൊക്കെ വർഷയ്ക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ മുറിയിലേക്ക് ആരും കയറ്റുന്നു പോലും ഇല്ലാന്ന് പറഞ്ഞു. ആരെങ്കിലും കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ കഥ കടയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോലും മുറിയിലേക്ക് കയറി ചെന്നിട്ട് എന്നെ പോലും അകത്തേക്ക് കയറ്റില്ല. അകത്ത് കയറി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, എങ്കിലും ഒരു കാര്യം നീ ഉറപ്പിച്ചോ, അവള് മിക്കവാറും അവനെ അവിടെ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ അത്ര സേഫായിട്ട് താമസിക്കാൻ പറ്റിയ വേറൊരു ഇടവില്ലല്ലോ. അതിനുള്ള ചാൻസും ഉണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രീകാന്ത് പറഞ്ഞു, ചിലപ്പോൾ അതായിരിക്കും. ഇടയ്ക്ക് ആ ഇഷ്ടത ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പാ ആ വാസവന്റെ വെടി അവന് കൊണ്ടു കാണുമായിരിക്കും. അവനെന്തേലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ നീ അല്ലേ പറഞ്ഞന്ന് ചോരപ്പാട് കണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കണം ശ്രീകാന്ത്. പതിപ്പിലും വിപരീതമായിട്ട് വേദ കാറ് കഴുകുന്നതൊക്കെ അവൾ ആ കാർ അങ്ങനെ ഉപയോഗിക്കാത്തതാണ്. അങ്ങനെയാണെങ്കിൽ വിക്രത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണോ എല്ലാം ആലോചിച്ച് കഴിയുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ചന്ദ്രശേഖരൻ പറഞ്ഞു, നീ പേടിക്കണ്ട, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ആ സിഐ അവനെ പൊക്കിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നീട് സിഐ എന്ത് ചെയ്യണം, വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ടൊക്കെ ആയിട്ട് നേരെ ശങ്കരനാരായണൻ്റെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് വേദയും ദീപ്തിയും സംസാരിച്ചിരിക്കണം. അപ്പോഴേക്കും പത്മ അവർക്കുള്ള ചായ ആയിട്ട് വന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്മ കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് ദീപ്തിക്ക്. ദീപ്തി, നീ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. നീ എന്താ പിന്നെ നിന്റെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു, എനിക്കിപ്പോൾ ഒന്നിനും ഒരു താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് പത്മ പറഞ്ഞു, ഞാൻ പറഞ്ഞെന്നുള്ളൂ, നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ. മാതാപിതാക്കൾക്ക് അവരുടേതായ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയണം. അപ്പോഴേക്കാണ് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. അതിനകത്തുനിന്ന് കുറച്ച് പോലീസുകാർ ഇറങ്ങി. കൂടെ CI ഉണ്ടായിരുന്നു. അങ്ങനെ അവരകത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പത്മയോട് ചോദിച്ചു, അല്ല ശങ്കരനാരായണ സാറില്ലേ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ദീപ്തി പോയി ശങ്കരനാരായണനെ വിളിച്ചു. അച്ഛാ പോലീസ് വന്നിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശങ്കരനാരായണൻ വന്നിട്ട് ചോദിച്ചു, എന്താ CI, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. സാറേ, ഞങ്ങൾക്ക് ഈ വീടൊന്ന് റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. റെയ്ഡ് ചെയ്യാനോ? എന്തിനാ സാറേ? വാറണ്ട് ഉണ്ട്, നോക്കാൻ പറഞ്ഞു. വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കി ആ പേപ്പറൊക്കെ വായിച്ചു നോക്കി. വാറണ്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്, വെറുതെ അല്ല വന്നിരിക്കുന്നത്. അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞില്ല. അതെ, ഒരു കൊടും ക്രിമിനൽ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടോ എന്നൊരു സംശയമുണ്ട്. വിക്രം ശ്രീനിവാസനല്ല, വിക്രം സുധാകരന്. അപ്പോൾ അവൻ ഇവിടെ ഉണ്ടെങ്കിൽ അവനെ പിടികൂടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, ഒരു കൊടും ക്രിമിനലെ ഇവിടെ ഒളിപ്പിച്ചു വെക്കുന്ന വീടൊന്നുമല്ല, നിങ്ങൾക്കറിയാലോ, ഇത് ജില്ലാ ജഡ്ജിയുടെ വീടാ. ആയിക്കോട്ടെ സാറേ, പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത്. അപ്പോൾ ഈ വീട് സെർച്ച് ചെയ്താൽ മതിയാവുള്ളൂ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, ആയിക്കോ, നിങ്ങൾ വാറണ്ടുമായിട്ടല്ല വന്നിരിക്കുന്നത്, നിങ്ങൾ വീട് മൊത്തം സെർച്ച് ചെയ്തോളാൻ പറഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പക്ഷെ വേദ ഞെട്ടാനുള്ള കാരണം
വിക്രത്തിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക അവിടെ. എങ്ങാനും ഇവരെ എന്ന് തൻ്റെ മുറിയിലേക്ക് എന്നാൽ തീർന്നു. പെട്ടെന്ന് തനിക്ക് മുറിയിലേക്ക് കയറിപ്പോകാൻ പറ്റില്ല. അവരോട് അവിടെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയത്ത് വിക്രം താഴത്തെ സംസാരം കേട്ടായിരുന്നു. വിക്രത്തിന് പന്തിയായിട്ട് തോന്നിയില്ല. വിക്രത്തിന് മനസ്സിലായി പോലീസ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. വിക്രം പെട്ടെന്ന് എന്ത് ചെയ്തു? കാലും വലിച്ചോണ്ട് വിക്രത്തിന് സ്പീഡ് നടക്കാൻ പറ്റില്ലല്ലോ. അവിടെ ഇരുന്ന് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി. നേരെ സ്റ്റോർ റൂമിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ സ്റ്റോർ റൂം ഒന്ന് തുറന്നു നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത വഴി നോക്കണം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ ഒടുവിൽ വിക്രം മുറിയിൽ നിന്ന് രക്ഷപ്പെടുവാണ്. വേദയുടെ മുറിയിൽ നിന്ന് രക്ഷപ്പെടുക. ഇതേ സമയത്ത് ഓരോ മുറികളും താഴത്തെ ഓരോ മുറികളും കയറി പരിശോധിക്കുകയാണ് സേയും കൂട്ടരും. ഒടുവിൽ വേദയോടിച്ചു, നിങ്ങളുടെ മുറി എവിടെയാ? കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ വേദ ആകപ്പാടെ ചങ്കിടിപ്പോട് കൂടിയിട്ടാണ് വേദയുടെ മുറിയിലേക്ക് പോലീസുകാരനെയും കൂടി ചെല്ലുന്നേ. അങ്ങനെ അവിടെ ചെന്ന് മുറി തുറന്നു കഴിഞ്ഞപ്പോൾ വേദ പോലും ഞെട്ടിപ്പോയി. അവിടെയാണെങ്കിൽ വിക്രമില്ല. സമാധാനമായി. വിക്രത്തിന് മനസ്സിലായെന്ന് തോന്നിയ പോലീസുകാർ വന്നേ. അതുകൊണ്ട് വിക്രം സ്റ്റോർ റൂമിലേക്ക് പോയി കാണുമായിരിക്കും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. പിന്നീട് പോലീസുകാർ അവിടെയൊക്കെ അരിച്ചു പറിക്കും മുറിക്കാതെ. പക്ഷെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. ഒടുവിൽ പുറത്തേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റോർ റൂമിലേക്കുള്ള വഴി കണ്ടു. ഇത് എങ്ങോട്ടാ? ഇത് ഏത് റൂമാന്ന് ചോദിച്ചു. അത് സ്റ്റോർ റൂമാന്ന് പറഞ്ഞു. പിന്നീട് പോലീസുകാരൻ എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് നോക്കാൻ പോകണം. വേദയ്ക്ക് ഭയങ്കര ടെൻഷനായി. എൻ്റെ ഭഗവാനെ, വിക്രം അതിനകത്തായിരിക്കും ഉറപ്പായിട്ടും കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷനിലായി. പെട്ടെന്ന് വേദ സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിക്രത്തെ ഇവിടെ വെച്ച് പിടികൂടല്ലേ എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അയാൾ പോയി കതക് തുറക്കുകയാണ്. ആ സമയം കതകിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു വിക്രം. വേദ എന്ത് ചെയ്തു? പെട്ടെന്ന് കൈ അവിടെ ഇങ്ങനെ വെച്ചു. ആകെപ്പാട് ടെൻഷനോടെ അകത്തേക്ക് നോക്കുകയാണ്. ഈ സമയത്ത് കതക് ഫുള്ളങ്ങ് ചേർന്നടഞ്ഞില്ല. വേദയുടെ കൈ അതിനകത്തായി പോയി വിരല്. വേദയ്ക്ക് കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വേദന കടിച്ചമർത്തുവാണ്. കാരണം വേദയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഇനിയിപ്പോൾ വിക്രം ഇതിന് മറവിലുണ്ടോന്ന് അയാൾ പക്ഷെ കുറച്ച് തുറന്നു നോക്കിയാൽ അകത്തേക്ക് വെറുതെ നോക്കി. അവിടെ നിന്ന് ആരെയും കണ്ടില്ല. ഇവിടെ കാണില്ല എന്ന് കരുതിയിട്ട് പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു കഴിയുമ്പോഴത്തേനും വേദ ആ വേദന കൊണ്ട് പൊളയുന്ന കാഴ്ചയുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, കൈ ഒന്ന് കഥയിനിടയിൽ പോയതാന്ന് പറഞ്ഞു. അയാളൊരു സംശയത്തോടെ വേദനയും നോക്കി. പിന്നീട് അയാൾ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇവിടെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആ സമയത്ത് വിക്രം എന്ത് ചെയ്തു? പെട്ടെന്ന് അവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്കേനും വന്നിട്ട് ഒന്നുകൂടെ ഇവിടെ മൊത്തം സെർച്ച് ചെയ്താലോ, പണിയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെറസിലേക്ക് പോയി. ടെറസിലേക്ക് പോയിട്ട് അവിടെ ഒരു പൈപ്പ് വഴി ഉണ്ടായിരുന്നു. പൈപ്പ് വഴി ആ സൈഡിലേക്ക് പോയി ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. ആ ഒരു സൈഡിൽ ഒരു പക്ഷേ ഇനി എങ്ങാനും മുറിയിലേക്ക് വീണ്ടും വന്നൊരു പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ടും പിടികൂടും. അത് പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ശരിയായിരുന്നു. സിഐയുടെ സംശയം മാറുന്നുണ്ടായിരുന്നില്ല. സിഐ വീണ്ടും മുറിയിലേക്കെല്ലാം വന്നു. അതിനുശേഷം സ്റ്റോർ റൂമിലും വന്ന് അവിടെ ഇങ്ങനെ നോക്കുകയാണ്. സ്റ്റോർ റൂമിനകത്ത് കയറി മൊത്തം നോക്കി. ആ സമയത്ത് വേദയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, ഇനിയിപ്പോൾ ഇവിടെ എങ്ങാനും വിക്രം ഉണ്ടോ? വിക്രം മുമ്പേ ഇവിടെ ആയിരിക്കും ഇരുന്നേ. ഇനിയിപ്പം പിടിക്കപ്പെടുമോ എന്നൊരു ചിന്ത. എന്താണെങ്കിലും വിക്രം അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അയാൾ ആ പോലീസുകാരൻ എന്ത് ചെയ്തു? ടെറസിലേക്ക് പോയി. ടെറസിലേക്ക് പോയിട്ട് ടെറസിൻ്റെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. വിക്രം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇത്തിരി സ്പേസുള്ള അവിടെയാണ് നിൽക്കുന്നത്. പൈപ്പ് വഴി ആ സൈഡിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങാനും പിടിക്കപ്പെട്ടാൽ തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർക്ക് അവിടെ നിന്ന് ആരും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോഴേക്കും സിഐയുടെ അടുത്ത് വന്നിട്ട് ശങ്കരനാരായണൻ പറഞ്ഞു, എൻ്റെ സാറേ, ഇതൊരു ജില്ലാ ജഡ്ജിയുടെ വീടാ. ഇവിടെ ഞങ്ങൾ ആരെയും അങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അത് പിന്നെ സാറേ, ഒരു വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് വേദ ആകപ്പാടെ വെപ്രാളത്തോട് കൂടിയിട്ട് മുറിയിലേക്ക് വരുവാണ്. അവിടെ വിക്രമില്ല, സ്റ്റോർ റൂമിലില്ല. വിക്രം ഇത് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിക്രം എന്ത് ചെയ്തു? പോലീസുകാർ പോകുന്ന കണ്ടു, പോലീസ് ജീപ്പ് പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പതുക്കെ ആ പൈപ്പ് വഴി തന്നെ ടെറസിന് അങ്ങോട്ട് കയറി വരുവാണ്. അപ്പോഴാണ് ശരിക്കും വേദയ്ക്ക് ശ്വാസം വീണേ. വേദ വിക്രത്തെയും കൊണ്ട് ഇങ്ങനെ മുറിയിലേക്ക് വന്നു. ഈ സമയം വേദയുടെ കൈ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു. വേദ പറഞ്ഞു, വിക്രം ശരിക്കും ഞാൻ പേടിച്ചു പോയായിരുന്നു പറഞ്ഞു. വിക്രം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിൽക്കുന്ന അപകടമാണ്, നിനക്ക് അപകടമുള്ള കാര്യമാണ്, ഞാനിവിടെ നിന്നിട്ട് ശരിയാകത്തില്ലെന്ന്. അപ്പോഴാണ് വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്ന കാഴ്ചയുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ കഥകിൻ്റെ ഇടയിൽ കൈ പോയായിരുന്നു പറഞ്ഞു. വിക്രം നോക്കിക്കഴിഞ്ഞപ്പം ആ വിരലിങ്ങനെ ചതഞ്ഞു കിടക്കുക. പെട്ടെന്ന് വിക്രം എന്ത് ചെയ്തു? കൈയൊക്കെ തലോടി കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പതുക്കൊന്ന് തിരുമ്മി തരട്ടെന്ന് ചോദിച്ചു. വേണ്ട, അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. അത് വേണം എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ഊതിയൊക്കെ കൊടുക്കുന്നുണ്ട്. വിക്രത്തിന് മനസ്സിലായി വേദയ്ക്ക് നല്ല വേദനയുണ്ടെന്ന്. തനിക്ക് വേണ്ടിയിട്ട് ഈ വേദനയൊക്കെ സഹിക്കുന്നതെന്ന് മനസ്സിലായി. ശരിക്കും വിക്രത്തിന് ആ സമയത്ത് സങ്കടമൊക്കെ തോന്നി. വേദ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നൊക്കെ തോന്നുവാണ്. കാരണം തനിക്ക് വേണ്ടിയിട്ട് ഭാവം എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് വിക്രത്തിന് മനസ്സിലായി. അതേ സമയത്ത് കമലയ്ക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നു. ഫിക്സ് അടിച്ചതിന് ശേഷം ബോധം വീണ് കമല ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. പെട്ടെന്ന് കമലയുടെ മനസ്സിൽ
താൻ കണ്ട സ്വപ്നം വരുവാണ്. വിക്രം ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് പിടയുന്ന ദൈവമേ, തൻ്റെ മോൻ എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊരു ചിന്ത വീണ്ടും മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും കമലയ്ക്ക് ഫിക്സ് ഉണ്ടാവണം ഹോസ്പിറ്റലിൽ വെച്ച്. മാഷ് പുറത്തേക്കൊന്ന് ഇറങ്ങിയതായിരുന്നു. ശ്രീജൻ വിശ്വ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് നേഴ്സൊക്കെ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. കമലയ്ക്ക് വീണ്ടും ഫിക്സ് അടിച്ചു എന്നുള്ള കാര്യം മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മാഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം ശ്രീജൻ കാര്യം പറയുന്നുണ്ട്. അമ്മയ്ക്കും വീണ്ടും ഫിക്സ് അടിച്ചു, ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് എന്ത് ചെയ്യണം നടത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഒരു പക്ഷേങ്കിൽ വിക്രത്തെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഫിക്സ് ഉണ്ടാകാൻ കാരണം എന്തെങ്കിലും തക്കതായ ഒരു സ്വപ്നം കാണുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.